നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ടുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണെന്ന് കുറിക്കാനായി മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. വൻകിട പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുന്നു. അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും മാർഗദർശനവും നമുക്ക് ഒരു മാതൃകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിനു മുന്നിൽ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി മുഖ്യമന്ത്രി നിലകൊള്ളുന്നു എന്നായിരുന്നു തുറമുഖ MD ദിവ്യ എസ് അയ്യർ പറഞ്ഞത്. ഇപ്പോഴിതാ അവരെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ എസ് സരിൻ. മുൻപും മിടുക്കരായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ടെന്നും അവരോട് ചോദിച്ചു നോക്കിയാൽ കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞു തരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാപിശകുകൾ ഉണ്ടാകുന്നത് എന്നും കുറിപ്പിൽ സരിൻ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ദിവ്യ, കടലാസിൽ ഒതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടപ്പിലാക്കിയിട്ടുണ്ട്. ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല, ഒന്നു മാത്രം പറയാം. മുൻപും മിടുക്കരായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും. കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണപിശകുകൾ ഉണ്ടാകുന്നത്, തിരുത്തുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഡോക്ടർ സരിൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇന്നലെ ഉദ്ഘാടന വേദിയിൽ ദിവ്യ എസ് അയ്യർ ആകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിഥികളെ വരവേറ്റു, അവതാരകയായി മുഴുനീള ഏകോപനം, ഒടുവിൽ നന്ദിയും പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പിൻ്റെ സ്വീകരണ ചടങ്ങിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ശരിക്കും ഇന്നലെ താരമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസംഗം കൂടി ആയതോടെ ദിവ്യയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുകയായിരുന്നു. വേദിയിൽ ഓടി നടന്ന ഏകോപനം നടത്തിയ ദിവ്യയായിരുന്നു അവതാരകയുടെ റോളിലും. വിശിഷ്ട വ്യക്തികളെ തെളിമയാർന്ന മലയാളത്തിൽ ആമുഖത്തോടെ പ്രസംഗിക്കാൻ സ്വാഗതം ചെയ്തത് ദിവ്യയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ വാനോളം പ്രശംസിച്ചാണ് ദിവ്യ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണെന്ന് കുറിക്കാനായി മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. വൻകിട പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുന്നു. അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും നമുക്കൊരു മാതൃകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് മുന്നിൽ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി മുഖ്യമന്ത്രി നിലകൊള്ളുന്നു എന്നായിരുന്നു ദിവ്യയുടെ വാക്കുകൾ. ഇതിപ്പോൾ വൈറലായതോടെ ദിവ്യക്കെതിരെ കോൺഗ്രസിൻ്റെ സൈബർ ആക്രമണം നടത്തുന്നതായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. ഈ രീതിയിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചതിനെ വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമാണ് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ ഒരുപാട് കമൻറ്റുകളും ഒരുപാട് പോസ്റ്റുകളും നിറയുന്നത്. അതേസമയം ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെയും ഒക്കെ തന്നെ അഭിനന്ദിക്കാനും അതിനെയൊക്കെ തന്നെ അംഗീകരിക്കാനും ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് ദിവ്യയ്ക്ക് അധികാരമുണ്ട് എന്ന് ഈ വാർത്തയ്ക്ക് പലതരത്തിൽ പലരും കമൻറ്റുകളായി പലതും പറയുന്നുണ്ട്. ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു വലിയ പദ്ധതി നടപ്പിലാകുമ്പോൾ ആ പദ്ധതിയുടെ തലപ്പത്തിരിക്കുന്ന IAS ഉദ്യോഗസ്ഥ തീർച്ചയായിട്ടും ആ പദ്ധതി മുമ്പോട്ട് വെച്ച ആശയത്തെ അംഗീകരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും വേണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. വ്യാപകമായ സൈബർ ആക്രമണമാണ് കോൺഗ്രസ് ഹാൻഡിലുകളിൽ കൂടി ഇപ്പോൾ ദിവ്യക്കെതിരെ നടക്കുന്നത് എന്ന് ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഓൺലൈൻ പോർട്ടലിലാണ് ഇത് സംബന്ധിച്ച് ദിവ്യ അനുകൂലിച്ചുകൊണ്ടും കോൺഗ്രസ്സുകാരെ വിമർശിച്ചുകൊണ്ടും വാർത്തകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചയും ഡോക്ടർ സരിൻ്റെ പോസ്റ്റുമൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ചാ വിഷയമാകും എന്നതിൽ തർക്കമില്ല.